ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായ ടർട്ടിനോയിൻ എന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടർട്ടിനോയിൻ, ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ആർക്കെല്ലാം ഉപയോഗിക്കാം, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നതിനെല്ലാം കുറിച്ചറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ശരിക്കും റെറ്റിനോളിനെ പോലെ തന്നെ വൈറ്റമിൻ എയുടെ മറ്റൊരു ഫോമാണ്. പക്ഷേ റെറ്റിനോളിനേക്കാളും ഒരുപാട് സ്ട്രോങ്ങും ഒരുപാട് ഹാർഷും പവർഫുള്ളുമാണ്. ഇത് നമുക്ക് സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് വാങ്ങാനൊന്നും പറ്റത്തില്ല. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്ത് സ്ട്രിക്റ്റ്ലി പ്രിസ്ക്രിപ്ഷനോടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇത് പെട്ടെന്ന് ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് എഴുതി തരുന്നൊരു സാധനമൊന്നുമല്ല. നമ്മളെ നന്നായിട്ട് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ടർട്ടിനോയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇത് അത്രയും സ്ട്രോങ് ആണ്, അത്രയ്ക്കും പവർഫുള്ളാണ്. തെറ്റായ ഉപയോഗങ്ങൾ മാത്രം മതി നമ്മുടെ മുഖം മൊത്തത്തിൽ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഡോക്ടേഴ്സൊക്കെ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമേ നമുക്ക് ഈ മെഡിസിൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ യൂസസ് നോക്കാം. ആക്നി, പിമ്പിൾസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, സ്ട്രെച്ച് മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ്, ഇതിനൊക്കെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷനായിട്ടാണ് ടർട്ടിനോയിൻ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് സൈഡ് എഫക്ട്സ്. നമ്മൾ ശരിയായ രീതിയിൽ ഈ ക്രീം അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇത് കൃത്യമായ എമൗണ്ട് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടർ നമുക്ക് ഇത്ര അളവിൽ വേണം ഇത് ഉപയോഗിക്കാനെന്ന് സജസ്റ്റ് ചെയ്യുമല്ലോ. ആ അളവിലല്ലാതെ ഡോക്ടർ എന്തായാലും എഴുതി തന്നല്ലോ, കുറച്ചുകൂടി കൂടുതൽ അപ്ലൈ ചെയ്താൽ കൂടുതൽ എഫക്റ്റ് കിട്ടും, പെട്ടെന്ന് പിമ്പിൾസും ആക്നിയെല്ലാം റെഡ്യൂസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞിളകാനായിട്ട് കാരണമാകും. പൊളിഞ്ഞിളകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പീൽ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതുപോലെ സ്കിൻ ഇളകി വരും, അതിന് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല റെഡിഷ് കളറാവും, നല്ല ചുമല കളറാവും. സ്കിന്ന് ചുമന്ന് തടിച്ച് സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആവും. നമ്മളൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തോ വാരി തേച്ചിട്ട് മുഖം ഡാമേജ് ആയതെന്ന് മനസ്സിലാവും. ആ രീതിക്ക് മുഖം വൃത്തികേടാവും. അതുകൊണ്ടാണ് ഇത് മസ്റ്റായിട്ട് ഒരു ഡോക്ടർ അഡ്വൈസ് കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. 15 വയസ്സിൽ താഴെ വരുന്ന കുട്ടികൾക്ക് ടർട്ടിനോയിൻ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആവാനായിട്ട് ചാൻസ് ഒക്കെ ഉള്ളവർക്ക്, പിന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക്, ഇവർക്കൊന്നും ടർട്ടിനോയിൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം സാധാരണ ഒരു ക്രീം അല്ലെങ്കിൽ സെറം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ ഒരു നിശ്ചിത അളവിൽ മാത്രമേ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ലെയറിൽ ഇത്ര ലെയർ എന്നുള്ളൊരു അളവിൽ മാത്രമേ അത് അബ്സോർബ് ആവത്തുള്ളൂ. പക്ഷേ ടർട്ടിനോയിൻ അങ്ങനെയല്ല. ഇതിൻ്റെ മോളിക്യൂൾ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഴത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബ്ലഡിലേക്ക് ഇതിൻ്റെ മോളിക്യൂൾസ് ഇറങ്ങുകയും ചെയ്യും. അപ്പം നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ മുഴുവൻ പാസ് ചെയ്ത് പോകുന്നത് കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ A to Z ഫങ്ഷൻസ് നടക്കുന്നതും ബ്ലഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. സോ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസും തുടങ്ങി A to Z കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്ലഡിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞുകൂടെയാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ, പിന്നെ എക്സിമ ഉള്ളവർ, സ്കിന്നിൽ ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നവർ, എന്തെങ്കിലും ഫുഡും മെഡിസിനും ഒക്കെ അലർജി ഉള്ളവർ, ഇവരൊന്നും ടർട്ടിനോയിൻ ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്ത് വീക്കിലി വൺസ് രാത്രി മാത്രം ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഖം നന്നായിട്ട് വൃത്തിയാക്കുക. മുഖം മാത്രമല്ല, നമ്മുടെ 2 കൈകളും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് എന്നിട്ട് ടർട്ടിനോയിൻ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാം. അല്ല ഡോക്ടർ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ചെയ്യാനായിട്ടാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയും ഫോളോ ചെയ്യാവുന്നതാണ്. രാവിലെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സൂര്യപ്രകാശം മുഖത്തേൽക്കുന്നത് ഒരുപാട് സ്കിന്ന് സെൻസിറ്റീവാക്കി സൺബേൺ എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മസ്റ്റായിട്ടൊരു SPF ഉപയോഗിച്ചിരിക്കണം. ടർട്ടിൻ 0.25% ക്രീം അഥവാ ഓയിൽമെൻറ്റ് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം കഴിഞ്ഞ് മാത്രമേ മറ്റൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കാവൂ. ടർട്ടിനോയിൻ അഥവാ ടർട്ടിൻ 0.25% ക്രീം നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇത് ചർമ്മത്തിലെ ഓയിൽ കുറയ്ക്കുന്നു. അതുപോലെ സ്കിന്നിലെ സുഷിരങ്ങൾ ലൂസാക്കുകയും അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് മുഖക്കുരു, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇവയെല്ലാം തടയുന്നു.
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് സൂര്യപ്രകാശം ഏൽക്കാതെ ഒരിടത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചില ഓൺലൈൻ സൈറ്റ് വഴിയെല്ലാം ഇത് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിസിൻസ് എല്ലാം ഓൺലൈനിലായിട്ട് അവൈലബിൾ ആവുന്ന സൈറ്റ് ഉണ്ടല്ലോ, അതിലൊന്നും പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നമുക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കരുത്. 1-2 മുഖക്കുരു എല്ലാം മാറ്റി സുന്ദരി ആവാനായിട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഉള്ള സൗന്ദര്യവും കളഞ്ഞ് ഒരു ചേലും ഇല്ലാതാക്കി കളയും. സോ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. കാരണം ഇത് ഒരുപാട് എഫക്റ്റീവും പവർഫുള്ളും അതുപോലെ നല്ല ഹാർഷുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.